ഹായ് ലേണേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റീൻ്റെ 5th സെമസ്റ്റർ BA ഇംഗ്ലീഷിൻ്റെ ലിറ്റററി തിയറി എന്ന പേപ്പറിലെ എക്കോ ക്രിറ്റിസിസം എന്ന ചാപ്റ്ററാണ്. സോ എക്കോ ക്രിറ്റിസിസം എന്ന് കേൾക്കുമ്പോൾ എന്ന് കേൾക്കുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു നേച്ചർ, റൈറ്റ്? എക്കോളജി, നേച്ചറിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടാണ് എക്കോ ക്ലബ് എന്നൊക്കെ പറയുന്ന പോലെ. സോ എക്കോ ക്രിറ്റിസിസം ഇസ് ഓഫ് കോഴ്സ് റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് ആൻഡ് നേച്ചർ. ലെറ്റ്സ് ലുക്ക് വാട്ട് ഇറ്റ് ഇസ്. There are a lot of environmental issues going on in this world. Environmentalism came into notice after the publication of Rachel Carson's Silent Spring. റേച്ചൽ കാർസൻ്റെ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന വർക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷമാണ് ആൾക്കാർ എൻവയോൺമെൻ്റലിസം ഒന്ന് നോട്ടീസ് ചെയ്യാൻ തുടങ്ങുന്നത്. ലിറ്റററി ക്രിറ്റിസിസം then had a section of critics trying to find out how environment and ecological issues are addressed in literary works. അപ്പോൾ റേച്ചൽ കാർസൻ്റെ ഈ സൈലൻറ്റ് സ്പ്രിംഗ് എന്ന് പറയുന്ന വർക്കിനൊക്കെ ശേഷമാണ് ലിറ്റററി ക്രിറ്റിസിസ്റ്റുകൾ ദേ സ്റ്റാർട്ടഡ് ടു ഫൈൻഡ് ഔട്ട് ഹൗ എൻവയോൺമെൻറ്റ് ഇസ് റെപ്രസെൻറ്റഡ് ഓർ അഡ്രസ്ഡ് ഇൻ ലിറ്റററി വർക്ക്സ്. ലിറ്റററി വർക്ക്സിൽ എങ്ങനെയാണ് എൻവയോൺമെൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്തത്, എൻവയോൺമെൻറ്റിനെ അഡ്രസ്സ് ചെയ്തത് എന്നുള്ളതൊക്കെ അവർ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി, ലിറ്റററി ക്രിറ്റിസിസ്റ്റ്. ഓക്കെ, സോ ദോസ് criticists who study about the relationship between nature and literature are called eco-criticists. Okay, or they are doing eco-criticism. സോ എക്കോ-ക്രിറ്റിസിസം എന്ന് പറയുന്ന ഈ ഒരു ടേം കോയിൻ ചെയ്തത് വില്യം റുക്കർട്ടാണ്. ഹീ സ്റ്റേറ്റഡ് ഇറ്റ് ആസ് ദ ആപ്ലിക്കേഷൻ ഓഫ് എക്കോളജിക്കൽ കൺസെപ്റ്റ്സ് ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചറിൻ്റെ സ്റ്റഡിയിലേക്ക് എക്കോളജിക്കൽ കൺസെപ്റ്റ്സും കൂടെ അപ്ലൈ ചെയ്യാവുന്നതാണ് വില്യം റുക്കർട്ട് പറയുന്ന ഡെഫിനിഷൻ. നൗ എക്കോ-ക്രിറ്റിസിസത്തിന് വേറൊരു ഡെഫിനിഷൻ കൊടുത്ത ഒരാളും കൂടെ ഉണ്ട്, ഷെറൈൽ ഗ്ലോഡ്ഫെൽറ്റി. According to him, eco-criticism is the study of the relationship between literature and the physical environment. It is an earth-centered approach to literary studies. So, ഗ്ലോഡ്ഫെൽറ്റി പറയുന്നത് എന്താ? ലിറ്ററേച്ചറും എൻവയോൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്റ്റഡിയാണ് എക്കോ ക്രിറ്റിസിസം. അതൊരു എർത്ത് സെൻറ്റേർഡ് അപ്രോച്ചാണ്. ബിക്കോസ് നേച്ചറിനൊക്കെ പറ്റി സ്റ്റഡി ചെയ്യല്ലേ. സോ അതൊരു എർത്ത് സെൻറ്റേർഡ് അപ്രോച്ച് ടു ലിറ്റററി സ്റ്റഡീസാണ്. It tries to connect environment and literary studies. Eco-critics are committed to environment and its protection. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് വർക്കാണ് കേറ്റ് ചോപ്പറിൻ്റെ വാട്ട് ഇസ് നേച്ചർ. കേറ്റ് ചോപ്പർ വാട്ട് ഇസ് നേച്ചർ എന്ന് പറയുന്ന വർക്കിൽ പറയുന്നുണ്ട്, ഇറ്റ് ഇസ് നോട്ട് ലാംഗ്വേജ് വിച്ച് ഹാസ് എ ഹോൾ ഇൻ ഇറ്റ്സ് ഓസോൺ ലെയർ. ലാംഗ്വേജിനല്ല അതിൻ്റെ ഓസോൺ ലെയറിൽ ഹോൾ ഉള്ളത്. സോ ആർക്കാണ് ഹോൾ ഉള്ളത്? എൻവയോൺമെൻറ്റിന് ഓസോൺ ലെയറിനാണ് ഹോൾ ഉള്ളത്. സോ എൻവയോൺമെൻറ്റ് ഇസ് ദ സബ്ജക്റ്റ് വിച്ച് വി ഷുഡ് ടോക്ക് അബൌട്ട്. എൻവയോൺമെൻറ്റിനെ പറ്റിയാണ് നമ്മളിനി സംസാരിക്കേണ്ടത്. എൻവയോൺമെൻറ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലാവാം അദ്ദേഹം ആ ഒരു സെൻറ്റൻസ് പറഞ്ഞത്. ഇറ്റ് ഈസ് നോട്ട് ലാംഗ്വേജ് വിച്ച് ഹാസ് എ ഹോൾ ഇൻ ഇറ്റ്സ് ഓസോൺ ലെയർ. ഓക്കെ, സോ വി ഹാവ് ടു സ്പീക്ക് അബൌട്ട് എൻവയോൺമെൻറ്റ് എന്നുള്ള രീതിയിലാവാം. Modern environmental activists believe that origin of thoughts of environment began when man started looking at the impact of industrialization. മോഡേൺ എൻവയോൺമെൻറ്റലിസ്റ്റുകൾ പറയുന്നത് എൻവയോൺമെൻറ്റിനെ പറ്റി ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങിയത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. കുറേ ഇൻഡസ്ട്രീസ് വന്നു, ഇൻഡസ്ട്രീസ് കാരണം എൻവയോൺമെൻറ്റിന് ഡാമേജ് ഉണ്ടായി. അപ്പോൾ ആ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഇഷ്യൂസ് കാരണം ഉണ്ടാവുന്ന സ്റ്റഡീസിലൂടെയാണ് എൻവയോൺമെൻറ്റലിസം ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ഓക്കെ, നൗ ഗ്ലോഡ്ഫെൽറ്റി, ലോറൻസ് ബോയിൽ, ഗ്രെഗ് ഗറാർഡ് ഇവർ മൂന്ന് പേരും said that there are two phases in history of eco-criticism. എക്കോ-ക്രിറ്റിസിസത്തിന് ഹിസ്റ്ററിയിൽ രണ്ട് ഫേസസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് 1980s to 1990s ഒരു ഫേസാണ്. സെക്കൻഡ് ഫേസ് 1990s ശേഷം, ആഫ്റ്റർ 1990s. സോ 1980s to 1990s എന്താണ് ആ സ്റ്റേജിൽ സംഭവിക്കുന്നത്? നേച്ചർ റൈറ്റിംഗ് ആൻഡ് സെർച്ച് ഫോർ നേച്ചർ ഇൻ ടെക്സ്റ്റ്. നേച്ചറിനെ പറ്റി ആൾക്കാർ എഴുതാറുണ്ട്, റൈറ്റേഴ്സ്. പിന്നെ നേച്ചറിന് ഓരോ ലിറ്റററി ടെക്സ്റ്റുകളിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി 1980s to 1990s. സോ അതാണ് ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് എക്കോ ക്രിറ്റിസിസം. അടുത്ത സെക്കൻഡ് ഫേസിൽ വരുന്നത് ആഫ്റ്റർ 1990s ആണ്. ന്യൂ കൺസേൺസ്, ക്ലാഷസ് ഓഫ് ഇൻട്രസ്റ്റ്, ഒരുപാട് ഒപ്പീനിയൻസ്, ഒരുപാട് സ്റ്റഡീസൊക്കെ കൂടുതൽ വന്നത്. ഇൻ്റർ ഡിസിപ്ലിനറി അപ്രോച്ചസ്, മറ്റെല്ലാ ഫീൽഡിലുമായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. പൊളിറ്റിക്കൽ വാർഫെയർ, അങ്ങനെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്റ്റഡീസ് നടക്കുന്നത്. ഇറ്റ് ഇസ് ആഫ്റ്റർ 1990s. Next topic is deep and shallow ecology. Okay, so ecology എന്താ? It is the branch of science that studies the interrelationship of the living organism and their physical environment.
ലിവിങ് ഓർഗാനിസവും അവരുടെ ആ ഒരു എൻവയോൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിൻ്റെ സ്റ്റഡിയാണ് എക്കോളജി. സോ ഇവിടെ നമുക്ക് ഡീപ്പ് എക്കോളജിയും ഷാലോ എക്കോളജിയും എന്താണെന്നാണ് നോക്കാനുള്ളത്. സോ ദീസ് ടു ആർ ഫിലോസഫിക്കൽ അപ്രോച്ചസ് ടു നേച്ചർ. നേച്ചറിനോടുള്ള ഹ്യൂമൻ ബീങ്സിൻ്റെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് ഇല്ലേ, ഹ്യൂമൻ ബീങ്സിൻ്റെ അറ്റാച്ച്മെൻറ്റ്, അതിൻ്റെ 2 ടൈപ്സാണ്. 2 ടൈപ്സ് ഓഫ് ഫിലോസഫിക്കൽ അപ്രോച്ചസ് ടു നേച്ചറാണ് ഡീപ്പ് എക്കോളജിയും ഷാലോ എക്കോളജിയും. അപ്പോൾ ഇതിൽ ഡീപ്പ് എക്കോളജി എന്ന് വെച്ചാൽ എക്കോളജിനോട് അല്ലെങ്കിൽ നേച്ചറിനോട് കുറച്ച് കൂടുതൽ സ്നേഹം ഉള്ളവരാണ് ഡീപ്പ് എക്കോളജിസ്റ്റുകൾ എന്ന് വിചാരിക്കാം. ഷാലോ എക്കോളജി എന്ന് പറയുന്നത് ഒരു ഷാലോ ആയിട്ട്, ഒരു സർഫസിലായിട്ട് മാത്രം, കുറച്ച് മാത്രം, ഒരു കംപ്ലീറ്റ് അത്രയും ഡീപ്പല്ലാത്ത ഒരു എക്കോളജി, അത്രയും ഡീപ്പല്ലാത്തൊരു ലവ് ആണ് എൻവയോൺമെൻറ്റിനോട് എന്ന് വിചാരിക്കാം. അപ്പം ആ കൺസെപ്റ്റ് പെട്ടെന്ന് ക്ലിയർ ആകും. അപ്പോൾ ഡീപ്പ് എക്കോളജിസ്റ്റുകൾ ബിലീവ് ചെയ്യുന്നത് അവർ നേച്ചറിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ടാണ് നേച്ചറിനെ വാല്യൂ ചെയ്യുന്നത്. വേറാസ് ഷാലോ എക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ ഷാലോ എക്കോളജി എന്ന് പറയുന്നത് നേച്ചർ യൂസ്ഫുൾ ആവുന്നത് അല്ലെങ്കിൽ നേച്ചറിന് വാല്യൂ ഉണ്ടാവുന്നത് അത് എത്രത്തോളം ഹ്യൂമൻ ബീങ്സിനെ സെർവ് ചെയ്യുന്നു അതിനനുസരിച്ചാണ്. ഹ്യൂമൻ ബീങ്സിനെ സെർവ് ചെയ്യാനാണ് നേച്ചർ. ഹ്യൂമൻ ബീങ്സ് ഇല്ലെങ്കിൽ നേച്ചറിനൊരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ള രീതിയിലാണ് ഷാലോ എക്കോളജീൻ്റെ ഒരു ഐഡിയ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മരങ്ങൾ വെട്ടുന്നത് ഡിഫോറസ്റ്റേഷൻ സോയിൽ ഇറോഷൻ ഉണ്ടാക്കും. അങ്ങനെ അത് ഹ്യൂമൻ ബീങ്സിന്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹ്യൂമൻ ബീങ്സിനെ എഫക്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഡിഫോറസ്റ്റേഷൻ പാടില്ല അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. അതൊരു ഷാലോ എക്കോളജിയിൽ വരിക. അപ്പോൾ ഡീപ്പ് എക്കോളജിക്കൽ ഫിലോസഫി ആവുമ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ചിന്തിക്കുക മരങ്ങൾക്ക് അല്ലെങ്കിൽ നേച്ചറിൻ്റേതായ വാല്യൂ ഉണ്ട് നേച്ചറിൻ്റെ ലൈഫിന്, അതുകൊണ്ട് നേച്ചർ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് എന്ന ഒരു ഐഡിയ ആണ് ഡീപ്പ് എക്കോളജിയിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡീപ്പ് എക്കോളജിൻ്റെയും ഷാലോ എക്കോളജിൻ്റെയും ഡിഫറൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ടേംസ് കോയിൻ ചെയ്തത് അർനെനാസ് ആണ്. ഹി വാസ് എ നോർവീജിയൻ ഫിലോസഫർ. നൗ ഡീപ്പ് എക്കോളജി ഈസ് ബയോസെൻട്രിക്. അപ്പം നമ്മൾ പറഞ്ഞു ഡീപ്പ് എക്കോളജി ഒന്നുകൂടെ നേച്ചറിനോട് ചേർന്ന് നിൽക്കുന്നതാണ് അല്ലേ, ഫോർ നേച്ചർ എന്ന് ചിന്തിക്കുന്ന ഒരു ഫിലോസഫിയാണ്. സോ ഇറ്റ് ഈസ് ബയോസെൻട്രിക്, നേച്ചറിനോട് സെൻറ്റർ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഷാലോ എക്കോളജിയോ ഇറ്റ് റിജക്ട്സ് എക്കോസെൻട്രിസം ആൻഡ് ബയോസെൻട്രിസം. എക്കോസെൻട്രിക്കും അല്ല ബയോസെൻട്രിക്കും അല്ല. ഓക്കെ, അപ്പോൾ പിന്നെ എന്ത് സെൻട്രിക്കാ? ഇറ്റ് ഇസ് ആന്ത്രോപോസെൻട്രിക്. ഹ്യൂമൻ ബീങ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആ ഒരു ഐഡിയക്കാണ് ആന്ത്രോപോസെൻട്രിക് എന്ന് പറയാം. സോ ഷാലോ എക്കോളജി ഈസ് ആന്ത്രോപോസെൻട്രിക് ആൻഡ് ഡീപ്പ് എക്കോളജി ഈസ് ബയോസെൻട്രിക്. Now, deep ecology, it calls for a fundamental rethinking of the human perspective of the environment. അപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെ, നമുക്ക് എൻവയോൺമെൻറ്റിനുള്ളൊരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് എൻവയോൺമെൻറ്റ് നമ്മളെ സെർവ് ചെയ്യുമ്പം എൻവയോൺമെൻറ്റ് നമുക്ക് ആവശ്യമാണ് എന്നുള്ള രീതിയിലാണല്ലോ. സോ അതിൽ നിന്നൊരു റീതിങ്കിങ് വേണമെന്നാണ് ഡീപ്പ് എക്കോളജിയുടെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് ദാറ്റ്. നൗ ഷാലോ എക്കോളജി ആണെങ്കിലോ, nature is only valuable as it serves human. That is their idea. Now, deep ecology, we should not value nature and other organisms in terms of their usefulness to us. എന്ത് ഓർഗാനിസം ആയിക്കോട്ടെ, ലിവിങ്ങോ നോൺ ലിവിങ്ങോ, അത് നമുക്ക് യൂസ്ഫുൾ ആണോ എന്ന് നോക്കിയിട്ടാവരുത് അതിനെ വാല്യൂ ചെയ്യേണ്ടത് എന്നാണ് ഡീപ്പ് എക്കോളജീൻ്റെ മറ്റൊരു ഐഡിയ. whereas shallow ecology, for them nature is for human welfare. Okay, ഷാലോ എക്കോളജിയിലെ എൻവയോൺമെൻറ്റലിസം എന്ന് പറയുന്നത് ആക്ച്വലി ദാറ്റ് ഈസ് ഫോർ ഹ്യൂമൻ വെൽഫെയർ. ഫോർ ദം നേച്ചർ ഈസ് ഫോർ ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമൻ ബീങ്സിൻ്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ് നേച്ചർ. എക്കോളജിക്കൽ ത്രെറ്റ്സ് എല്ലാം ഹ്യൂമൻ ബീങ്സിന് ഡേഞ്ചറാണ് എന്നുള്ളത് കൊണ്ടാണ് അവർ നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. സോ ദീസ് ആർ ദ ഐഡിയാസ് ഓഫ് ഡീപ്പ് എക്കോളജി ആൻഡ് ഷാലോ എക്കോളജി. നെക്സ്റ്റ്, ദ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഡീപ്പ് എക്കോളജി. ഓക്കെ, ഡീപ്പ് എക്കോളജിയുടെ പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഒരു 8 പ്രിൻസിപ്പിൾസ് ഉണ്ട് അല്ലെങ്കിൽ ഐഡിയാസ് ഉണ്ട് ഡീപ്പ് എക്കോളജിയിൽ. അതിന് 8 പോയിൻറ്റ് പ്ലാറ്റ്ഫോം ഫോർ ഡീപ്പ് എക്കോളജി എന്നാണ് പറയുന്നത്. സോ ആ ഒരു പ്രിൻസിപ്പിൾസ് ഉണ്ടാക്കിയിട്ടുള്ളത് അർനെനാസും ജോർജ് സെഷൻസും ആണ്. സോ ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഇസ് the well-being and flourishing of human and non-human life on earth have value in themselves. These values are independent of the usefulness of the non-human world for human purposes. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതിൻ്റെ യൂസ്ഫുൾനെസ് നോക്കിയിട്ടാവരുത് അതിനെ വാല്യൂ ചെയ്യേണ്ടത് എന്നുള്ളൊരു കാര്യം. സെക്കൻഡ് വൺ, റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി കോൺട്രിബ്യൂട്ട് ടു ദ റിയലൈസേഷൻ ഓഫ് ദീസ് വാല്യൂസ് ആൻഡ് ഓൾസോ വാല്യൂസ് ഇൻ ദംസെൽസ്.
ഇപ്പോൾ നേച്ചർ ഇറ്റ് ഈസ് വെരി റിച്ച് ആൻഡ് ഇറ്റ് ഹാസ് ഡൈവേഴ്സിറ്റി. ഒരുപാട് ടൈപ്സ് ഓഫ് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ നേച്ചറിൽ. പ്ലാന്റ്സ് ആണെങ്കിലും ബേർഡ്സ് ആണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ അതിൻ്റെ വാല്യൂ മനസ്സിലാക്കാൻ ആ ഒരു റിച്ച്നെസ്സും ഡൈവേഴ്സിറ്റിയും തന്നെ ധാരാളം ആണ് എന്നാണ് പറയുന്നത്. The third principle is that humans have no right to reduce this richness and diversity except to satisfy vital needs. So one of the principle of deep ecology is that നമ്മളുടെ വൈറ്റൽ നീഡ്സിന്, നെസസറി നീഡ്സിനുള്ളത് മാത്രം, സഫീഷ്യൻ്റ് ആയിട്ടുള്ളത് മാത്രം ആ ഒരു ഡൈവേഴ്സിറ്റിയിൽ നിന്ന്, ആ ഒരു നേച്ചറിൽ നിന്ന് എടുക്കാമെന്നല്ലാതെ വി ഡോണ്ട് ഹാവ് എനി റൈറ്റ് ടു റെഡ്യൂസ് ദാറ്റ് റിച്ച്നെസ് ആൻഡ് ഡൈവേഴ്സിറ്റി ഓഫ് ദ നേച്ചർ. ഫോർത്ത് പ്രിൻസിപ്പിൾ, present human interference with the non-human world is excessive and the situation is rapidly worsening. അപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് ആവശ്യത്തിന് മാത്രമല്ല ഹ്യൂമൻ ബീങ്സ് നേച്ചറിനെ യൂസ് ചെയ്യുന്നത്, അനാവശ്യത്തിനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് എക്സസീവ് ആൻഡ് ദ സിറ്റുവേഷൻ ഈസ് റാപ്പിഡ്ലി വേഴ്സണിങ്. ഓക്കെ, സിറ്റുവേഷൻ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എക്സസീവ് യൂസാണ് ഇപ്പോൾ ഹ്യൂമൻ ബീങ്സ് ചെയ്യുന്നത്. Now the fifth idea, the fifth principle is the flourishing of human life and culture is compatible with the substantial decrease of the human population. The flourishing of non-human life requires such a decrease. ഹ്യൂമൻ ലൈഫിൻ്റെ കൾച്ചർ പോപ്പുലേഷനൊക്കെ തമ്മിൽ കോമ്പാറ്റബിൾ ആയതുപോലെ തന്നെ നോൺ ഹ്യൂമൻ ലൈഫിനും അങ്ങനെ ഒരു കോമ്പാറ്റബിലിറ്റി വേണം എന്നാണ് പറയുന്നത്. സിക്സ്ത് വൺ, പോളിസീസ് മസ്റ്റ് therefore be changed to affect basic economic, technological and ideological structures. അപ്പം ഈ ഒരു റിയലൈസേഷൻ ബേസിക് എക്കണോമിക്, ടെക്നോളജിക്കൽ ആൻഡ് ഐഡിയോളജിക്കൽ സ്ട്രക്ചേഴ്സിലേക്ക് എത്തണം. അതിന് വേണ്ടിയിട്ട് പോളിസീസൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് അവരുടെ മറ്റൊരു ഐഡിയ. സെവൻത്ത് വൺ, ദ ഐഡിയോളജിക്കൽ ചേഞ്ച് ഇസ് മെയിൻലി ദാറ്റ് ഓഫ് അപ്രിഷിയേറ്റിംഗ് ലൈഫ് ക്വാളിറ്റി രാദർ ദാൻ അദറിങ് ടു ആൻ ഇൻക്രീസിംഗ്ലി ഹയർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പോൾ നമ്മൾ എദറിങ് എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റിക്ക് ഓൺ ചെയ്യുക. നമ്മളുടെ ലിവിങ് സ്റ്റാൻഡേർഡ്സ് കൂട്ടാനുള്ളൊരു ചിന്ത മാത്രമല്ലാതെ അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാതെ നമുക്ക് വേണ്ട മറ്റൊരു ഐഡിയോളജിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് വി ഹാവ് ടു അപ്രിഷിയേറ്റ് ലൈഫ് ക്വാളിറ്റി. എല്ലാത്തിൻ്റെയും ലൈഫ് ക്വാളിറ്റി, വെദർ ഇറ്റ് ഇസ് നോൺ ഹ്യൂമൻ, ഹ്യൂമൻ ഓർ എല്ലാത്തിൻ്റെയും ലൈഫ് ക്വാളിറ്റി അപ്രിഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റണം. അതാണ് മറ്റൊരു പ്രിൻസിപ്പിൾ. നൗ നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, ഒരു എയ്റ്റ് പോയിൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ, അപ്പോൾ ഒരു പ്രിൻസിപ്പിളും കൂടെ ഉണ്ട്, അതിവിടെ മെൻഷൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്. സോ ദ എയ്ത്ത് വൺ ഇസ് ദാറ്റ് those who subscribe to the foregoing points have an obligation directly or indirectly to participate in the attempt to implement the necessary changes. അപ്പോൾ ഇപ്പോൾ ആദ്യം പറഞ്ഞ ഈ ഒരു 7 പോയിൻറ്റ്സ് ഇതിനോടൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ, മീൻസ് ഈ ഒരു ഡീപ്പ് എക്കോളജിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും വേണ്ട ചേഞ്ചസ് വരുത്താൻ വേണ്ടി അതിന് മുൻകൈ എടുക്കണം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നാണ് 8th വൺ. ഓക്കെ, അപ്പോൾ ഓരോ ഡീപ്പ് എക്കോളജി ബിലീവുള്ള ആളും ആ ഒരു ഐഡിയോളജിക്കൽ ചേഞ്ചസ് ഒക്കെ വരുത്താൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളതാണ് 8th പ്രിൻസിപ്പിൾ. Now next heading, environmental imagination. So according to Lawrence Boyle, treatment of environment in literature was dichotomous in its approach. അപ്പോൾ എൻവയോൺമെൻറ്റിനെ ലിറ്ററേച്ചറിൽ 2 രീതിയിൽ ട്രീറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് ലോറൻസ് ബോyle പറയുന്നത്. The first one is it reduces environment as an ideological concept subservient to human interest. ഇപ്പോൾ ഹ്യൂമൻ ഇൻട്രസ്റ്റിന് വേണ്ടിയിട്ട് എൻവയോൺമെൻറ്റ് ഒരു ഐഡിയോളജിക്കൽ കൺസെപ്റ്റായിട്ട് പറയാം, അല്ലെങ്കിൽ അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക. അതാണ് ഫസ്റ്റ് അപ്രോച്ച്. സെക്കൻഡ് വൺ ഇസ് ദ എൻവയോൺമെൻറ്റ് ഇൻഫ്ലുവൻസസ് ഇമാജിനേഷൻ ആൻഡ് ജനറേറ്റ്സ് എൻവയോൺമെൻറ്റൽ കോൺഷ്യസ്നെസ്. അപ്പോൾ അടുത്തത് എൻവയോൺമെൻറ്റ് ലിറ്ററേച്ചറിൽ റെപ്രസെൻ്റ് ചെയ്തത് എങ്ങനെയാണ്? ഇറ്റ് ഇൻഫ്ലുവൻസസ് ഇമാജിനേഷൻ, അത് ഇമാജിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും, എന്നിട്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ കോൺഷ്യസ് ആക്കും. അപ്പോൾ ഈ 2 രീതിയിലാണ് എൻവയോൺമെൻറ്റ് ലിറ്ററേച്ചറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഒന്നൊരു ഐഡിയോളജിക്കൽ കൺസെപ്റ്റായിട്ടും സെക്കൻഡ് വൺ ഇറ്റ് ഇൻഫ്ലുവൻസസ് ഇമാജിനേഷൻ. Okay, now Lawrence Boyle in his book The Environmental Imagination, Thoreau, Nature Writing and the Formation of American Culture shows new way of reading text to trace environmental imagination. അപ്പോൾ ലിറ്ററേച്ചറിൽ ഒരു റെപ്രസെൻറ്റേഷൻ, സെക്കൻഡ് റെപ്രസെൻറ്റേഷൻ നമ്മൾ പറഞ്ഞു, അത് ഇമാജിനേഷനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് നമ്മൾ എൻവയോൺമെൻറ്റൽ കോൺഷ്യസ് ആക്കും, നമ്മളുടെ ഇമാജിനേഷൻ ഇൻക്രീസ് ചെയ്യും എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഈ ഒരു എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ കണ്ടുപിടിക്കാൻ, ആ എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ ട്രേസ് ചെയ്യാൻ 4 രീതിയിൽ ഒരു ടെക്സ്റ്റ് റീഡ് ചെയ്യാം എന്നാണ് ലോറൻസ് ബോyle അദ്ദേഹത്തിൻ്റെ ദ എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ, തോറിയോ, നേച്ചർ റൈറ്റിംഗ് ആൻഡ് ദ ഫോർമേഷൻ ഓഫ് അമേരിക്കൻ കൾച്ചർ എന്ന ബുക്കിൽ പറയുന്നത്. സോ ദോസ് 4 ways ആർ ദീസ്.
The non-human environment is present not merely as a framing device but as a presence which suggests that human history is implicated in natural history. നോൺ-ഹ്യൂമൻ എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫ്രെയിമിംഗ് ഡിവൈസ് മാത്രമായിട്ടല്ല നിൽക്കുന്നത്. ആക്ച്വലി ആ ഒരു നേച്ചറിൻ്റെ ഹിസ്റ്ററി ഉണ്ടല്ലോ, അതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ഹ്യൂമൻ ഹിസ്റ്ററി. ബിക്കോസ് ഹ്യൂമൻ ബീങ്സ് ആർ എ പാർട്ട് ഓഫ് നേച്ചർ, അല്ലാതെ നേച്ചർ ഹ്യൂമൻ ബീങ്സിൻ്റെ പാർട്ടല്ല. നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ നേച്ചറിൻ്റെ ഹിസ്റ്ററീൻ്റെ പാർട്ടാണ്. ഓക്കെ, സോ ഹ്യൂമൻ ഹിസ്റ്ററി ഈസ് ഇംപ്ലിക്കേറ്റഡ് ഇൻ നാച്ചുറൽ ഹിസ്റ്ററി. അപ്പം നേച്ചർ അല്ലെങ്കിൽ നോൺ ഹ്യൂമൻ എൻവയോൺമെൻറ്റ് ജസ്റ്റ് അങ്ങനെ ഒരു ഫ്രെയിമിംഗ് ഡിവൈസ് മാത്രമായിട്ടല്ല, ഹ്യൂമൻ ഹിസ്റ്ററിയിൽ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സംഭവമാണ് എന്ന് പറയണം. ആ ഒരു രീതിയിൽ വേണം ലിറ്റററി ടെക്സ്റ്റുകൾ വായിക്കാനാണ്. Now second one, human interest is not understood to be the only legitimate interest. Human interest ആവരുത് the only interest. Okay. Nature should also be considered. Third one, human accountability to the environment is part of the text ethical orientation. ഹ്യൂമൻ ബീങ്സിന് എൻവയോൺമെൻറ്റിനോടുള്ള ഒരു കടമ ഉണ്ടല്ലോ, അതും ഈ ടെക്സ്റ്റിൻ്റെ ഒരു ഓറിയൻറ്റേഷൻ്റെ പാർട്ടാണ്, ടെക്സ്റ്റിൻ്റെ എത്തിക്കൽ ഓറിയൻറ്റേഷൻ്റെ പാർട്ടാണ്. അപ്പോൾ ഹ്യൂമൻ ബീങ്സിന് റെസ്പോൺസിബിലിറ്റി ഉണ്ട് എൻവയോൺമെൻറ്റിനോട്. സം സെൻസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് ആസ് എ പ്രോസസ് റാദർ ദാൻ ആസ് എ കോൺസ്റ്റൻറ്റ് ഓർ എ ഗിവൻ ഇസ് അറ്റ് ലീസ്റ്റ് ഇംപ്ലിസിറ്റ് ഇൻ ദ ടെക്സ്റ്റ്. Now next side heading is ecofeminism. ഓക്കെ, ഇനി എക്കോഫെമിനിസവും പിന്നെ ആന്ത്രോപോസെൻട്രിസം എന്ന് പറയുന്ന ഒരു ടൈറ്റിലും കൂടിയാണ് നോക്കാനുള്ളത്. ഓക്കെ, സോ എക്കോഫെമിനിസം. അപ്പോൾ എക്കോഫെമിനിസം എന്ന് പറയുന്നത് എക്കോളജി അല്ലെങ്കിൽ എക്കോക്രിറ്റിസവും ഫെമിനിസവും കൂടി കണക്ട് ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. Ecofeminists say that man-induced natural disasters and the destruction of ecosystem and environment leads to displacement, poverty, erosion of livelihood and resources which affect women more than men in the patriarchal society. അപ്പം എക്കോഫെമിനിസ്റ്റുകളുടെ ഐഡിയ എന്ന് പറയുന്നത് എന്താ, എൻവയോൺമെൻറ്റിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ പ്രോബ്ലംസൊക്കെ മെന്നിനേക്കാളും സൊസൈറ്റിയിൽ വിമൻസാണ് സഫർ ചെയ്യുക, വിമൻസിനെയാണ് എഫക്റ്റ് ചെയ്യുക, എസ്പെഷ്യലി ഈ ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ എന്നാണ് എക്കോഫെമിനിസ്റ്റുകളുടെ തിയറി. സോ എക്കോഫെമിനിസം ഇസ് എ ഫിലോസഫി ആൻഡ് മൂവ്മെൻറ്റ് born from the belief that the patriarchal systems of domination and oppression of women are directly connected to the systems of domination and destruction of the environment. സോ എക്കോഫെമിനിസ്റ്റുകളുടെ ആ ഒരു ഫിലോസഫി അല്ലെങ്കിൽ ഐഡിയ എന്ന് പറയുന്നത് ഈ ഒരു പാട്രിയാർക്കിയൽ സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന ഒപ്രഷൻ ഓഫ് വിമൻ ഉണ്ടല്ലോ, അതും പിന്നെ ഒപ്രഷൻ ആൻഡ് ഡിസ്ട്രക്ഷൻ ഇൻ എൻവയോൺമെൻറ്റും, അത് രണ്ടും കണക്റ്റഡ് ആണ് എന്നാണ്. വിമൻസിൻ്റെ പ്രശ്നവും എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നവും തമ്മിൽ കണക്റ്റഡ് ആണ്. രണ്ട് പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യുന്നത് മെൻ ആണ് എന്നുള്ളൊരു ഐഡിയ ആണ് എക്കോഫെമിനിസ്റ്റുകൾക്കുള്ളത്. ഓക്കെ, now the central principle of ecofeminism is that male ownership of land has led to a dominator culture. അപ്പോൾ ഈ ഒരു ഡൊമിനേറ്റർ കൾച്ചർ എൻവയോൺമെൻറ്റിനെയും സപ്രസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ചെയ്യുക, അതേ സംഭവം തന്നെ വിമൻസിനോടും ചെയ്യുക. അത് എന്തുകൊണ്ടാണ്? അത് മെയിൽ ഓണർഷിപ്പ് കൂടിയിട്ടാണ്. ലാൻഡ് കൂടുതൽ മെയിൽസിന് കൊടുക്കുക, മെയിൽ ഓണർഷിപ്പ് ഓഫ് ലാൻഡ് ഇൻക്രീസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡൊമിനേറ്റർ കൾച്ചർ വന്നത് എന്നുള്ളതാണ് എക്കോഫെമിനിസത്തിൻ്റെ ഒരു സെൻട്രൽ പ്രിൻസിപ്പിൾ. Man always considered both women and nature to be silent and passive. So this is another idea of ecofeminism, that is man വിമനെയും നേച്ചറിനെയും എപ്പോഴും ഒരു സൈലൻറ്റ്, അവർക്ക് ഒപ്രസ് ചെയ്യാനുള്ളൊരു പാസീവ് ഒബ്ജക്റ്റ് ആയിട്ടാണ് അവർ കണ്ടിട്ടുള്ളത്. നൗ ഛായ ദത്താർ എക്കോഫെമിനിസത്തിന് 4 ബ്രാഞ്ചസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ആ ബ്രാഞ്ചസ്: ലിബറൽ എക്കോഫെമിനിസം, കൾച്ചറൽ എക്കോഫെമിനിസം, സോഷ്യൽ എക്കോഫെമിനിസം, സോഷ്യലിസ്റ്റ് എക്കോഫെമിനിസം. ലിബറൽ, കൾച്ചറൽ, സോഷ്യലിസ്റ്റ്. അപ്പോൾ ഛായ ദത്താർ ആ ഒരു ഡിഫറൻസിയേഷൻ കൊടുക്കുന്നത് എക്കോഫെമിനിസം റീവിസിറ്റഡ് എന്നുള്ള ബുക്കിലാണ്. നൗ ഇതിൽ ഓരോ ഫെമിനിസവും എന്താണെന്ന് നോക്കാം. ലിബറൽ എക്കോഫെമിനിസം എന്ന് പറയുന്നത് ecological crises are caused by problems of development and men and women can jointly work for conservation of nature. ഡെവലപ്മെൻറ്റ് കാരണമാണ് എക്കോളജിയിൽ അല്ലെങ്കിൽ നേച്ചറിൽ പ്രോബ്ലംസ് ഉണ്ടാകുന്നത്, എക്കോളജിക്കൽ ക്രൈസിസ് ഉണ്ടാകുന്നത്. മെന്നിനും വിമനും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിനെ നേച്ചറിനെ കൺസേർവ് ചെയ്യാൻ പറ്റും, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലിബറൽ എക്കോഫെമിനിസം. ഓക്കെ, സോ മെൻ ആൻഡ് വിമൻ ക്യാൻ ജോയിൻലി വർക്ക് ഫോർ ഇറ്റ് എന്നുള്ള ഐഡിയ ആണ് ലിബറൽ എക്കോഫെമിനിസത്തിനുള്ളത്. നൗ കൾച്ചറൽ എക്കോഫെമിനിസം, ഇറ്റ് ഇക്വേറ്റ്സ് നേച്ചർ വിത്ത് വിമൻ ആൻഡ് അഡ്വക്കേറ്റ്സ് ഗോഡസ് വർഷിപ്പ് ആൻഡ് എക്കോളജിക്കൽ സ്പിരിച്വാലിറ്റി.
നേച്ചറിനെ വുമണ്ണായിട്ട് ഇക്വേറ്റ് ചെയ്തിട്ട് ഗോഡസ് വേർഷിപ്പിന്, ഇക്കോളജിക്കൽ സ്പിരിച്വാലിറ്റി, ദൈവമാണ് നേച്ചറിനെ സ്ത്രീകളിൽ കണ്ടിട്ട് സ്ത്രീകളെ ഒരു ഗോഡസ് വേർഷിപ്പൊക്കെ ചെയ്യുക, അങ്ങനത്തതൊക്കെയാണ് കൾച്ചറൽ എക്കോഫെമിനിസത്തിൻ്റെ ഐഡിയാസ്. നൗ സോഷ്യൽ എക്കോഫെമിനിസം. The idea of domination of nature is a reflection of human domination over other human beings. ഹ്യൂമൻ ബീങ്സ് മറ്റ് ഹ്യൂമൻ ബീങ്സിനെ ഒപ്രസ് ചെയ്യുക, ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക, ആ ഒരു ബിഹേവിയർ ഉണ്ടല്ലോ. അപ്പോൾ മെന്ന് വിമനെ ഒപ്രസ് ചെയ്യുക, മെൻ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുക, ആ ഒരു ഡൊമിനേറ്റിംഗ് കൾച്ചറിൻ്റെ ഒരു റിഫ്ലക്ഷനാണ് നേച്ചറിലും കാണുന്നത്. ഓക്കെ, നേച്ചറിലും ആ ഒരു ഡൊമിനേഷനാണ് കാണുന്നത് എന്നാണ് സോഷ്യൽ എക്കോഫെമിനിസ്റ്റുകളുടെ ഐഡിയ. Now, socialist ecofeminism. Nature as an active subject like humans and seeks to establish sustainable relations between the two. സോഷ്യലിസ്റ്റ് എക്കോഫെമിനിസ്റ്റുകൾ കാണുന്നത് നേച്ചറും ഹ്യൂമൻസും ഒരേപോലെ ആക്റ്റീവ് സബ്ജക്ട്സ് ആണ്. ഇപ്പോൾ രണ്ടും തമ്മിലൊരു നല്ലൊരു സസ്റ്റൈനബിൾ എന്നും നിലനിൽക്കുന്ന ഒരു നല്ലൊരു സസ്റ്റൈനബിൾ റിലേഷൻഷിപ്പ് ആവശ്യമാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ആണ് സോഷ്യലിസ്റ്റ് എക്കോഫെമിനിസത്തിനുള്ളത്. ഓക്കെ, now the last topic, anthropocentrism. Anthropocentrism places human beings at the center of the universe. Non-human organism should serve them. So നമ്മൾ നേരത്തെ പറഞ്ഞു shallow ecology is anthropocentric. Anthropocentrism എന്ന് പറയുന്നത് it places human beings at center. ഹ്യൂമൻ ബീങ്സിനാണ് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ. നോൺ ഹ്യൂമൻ ഓർഗാനിസം ഷുഡ് സെർവ് ദം എന്നുള്ള ഐഡിയ ആണ് ആന്ത്രോപോസെൻട്രിസത്തിനുള്ളത്. Now, അപ്പോൾ ബയോസെൻട്രിസം എന്താ, എക്കോസെൻട്രിസം എന്താ? ബയോസെൻട്രിസം മീൻസ് നേച്ചർ ഇസ് കൺസിഡർഡ് ആസ് എ സെൻട്രൽ എൻറ്റിറ്റി. എക്കോസെൻട്രിസോ ഇറ്റ് ഹാസ് എ കൺസിലിയേറ്ററി അപ്രോച്ച്. ഇറ്റ് സപ്പോർട്ട് ബയോസെൻട്രിസം ആൻഡ് സെയിം ടൈം അലൗ ഹ്യൂമൻ പ്രിവിലേജ്. നേച്ചറിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ബട്ട് ഹ്യൂമൻ പ്രിവിലേജിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് എക്കോസെൻട്രിക്. ഓക്കെ, സോ ദീസ് ആർ ദ ടോപ്പിക്സ് ഇൻ ദിസ് ചാപ്റ്റർ. ആന്ത്രോപോസെൻട്രിസം, എക്കോഫെമിനിസം, പിന്നെ ഡീപ്പ് എക്കോളജി, ഷാലോ എക്കോളജി, എൻവയോൺമെൻറ്റൽ ഇമാജിനേഷൻ, ഈ ടോപ്പിക്സാണ് ഈ ചാപ്റ്ററിൽ നോക്കേണ്ടത്. സോ ദിസ് ഈസ് അബൌട്ട് ഇറ്റ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് യു ക്യാൻ ക്ലാരിഫൈ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. താങ്ക് യു.